പ്രായമായവരിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്ന ഒരു രോഗം. എന്നാൽ ഇന്ന് യുവാക്കൾക്കിടയിൽ വൻകുടൽ ക്യാൻസർ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. US-ൽ 2010കളുടെ തുടക്കം മുതൽ 50 വയസ്സിന് താഴെയുള്ളവരിൽ കേസുകൾ പ്രതിവർഷം ഏകദേശം 2 മുതൽ 3% വർദ്ധിച്ചു. 45 മുതൽ 49 വയസ്സ് പ്രായമുള്ളവരിൽ രോഗനിർണയം ഇരട്ടിയായി. ആശങ്കാജനകമെന്ന് പറയട്ടെ, ആരോഗ്യബോധമുള്ള വ്യക്തികളിൽ പോലും ഇത് ബാധിക്കപ്പെടുന്നു. ഇത് പ്രാഥമിക ഘട്ടങ്ങളിൽ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് മികച്ച ചികിത്സയും പരിചരണവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. നിങ്ങൾക്ക് വൻകുടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നേരത്തെയുള്ള ഇടപെടൽ ഉയർന്ന അതിജീവന നിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ വൻകുടലിനെയും മലാശയത്തെയും ബാധിക്കുന്ന വൻകുടൽ ക്യാൻസർ തലമുറകളായി വർദ്ധിച്ചു വരികയാണ്. കൊളോറെക്ടൽ ക്യാൻസർ, കോളൻ ക്യാൻസർ എന്നും ഇതറിയപ്പെടുന്നു. വൻകുടലിലോ മലാശയത്തിലോ ഉള്ള കോശങ്ങൾ നിയന്ത്രണാതീതമായി വളരുമ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നത്. ചിലപ്പോൾ പോളിപ്സ് എന്നറിയപ്പെടുന്ന അസാധാരണ വളർച്ചകൾ വൻകുടലിലോ മലാശയത്തിലോ രൂപം കൊള്ളുന്നു. നീക്കം ചെയ്തില്ലെങ്കിൽ കാലക്രമേണ ഈ പോളിപ്സ് ക്യാൻസറായി മാറും. വൻകുടൽ ക്യാൻസർ ചിലപ്പോൾ വയറുവേദനയോ പെൽവിക് വേദനയോ ഉണ്ടാക്കാം. ഇത് മറ്റെന്തെങ്കിലുമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. വൻകുടൽ ട്യൂമർ വലിപ്പത്തിൽ വർദ്ധിക്കുമ്പോൾ അത് ചുറ്റുമുള്ള ഇടങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ സമ്മർദ്ദം അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാക്കാം. കാരണം ട്യൂമർ പെൽവിക് അറയിലെ അവയവങ്ങളെയും കലകളെയും ആക്രമിക്കുന്നു. എന്നിരുന്നാലും പെൽവിക് വേദന സ്വയം ഒരു അടിയന്തര മുന്നറിയിപ്പ് അടയാളമല്ല. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ചില നിശബ്ദ ലക്ഷണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്ഷീണം. നിങ്ങൾക്ക് വിശ്രമം കൊണ്ട് ശമിക്കാൻ കഴിയാത്ത വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുമ്പോൾ അത് നല്ല ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കുക. വൻകുടൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ക്ഷീണം പതിവ് ക്ഷീണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിലെ ഊർജ്ജ സ്രോതസ്സുകളെ വഴിതിരിച്ചു വിടുന്നത് മൂലം സംഭവിക്കുന്ന ഊർജ്ജക്കുറവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തുടർച്ചയായുള്ള ക്ഷീണം തള്ളിക്കളയാതിരിക്കേണ്ടത് പ്രധാനമാണ്. വിളർച്ച. വൻകുടലിലെ അർബുദം വൻകുടലിന്റെ ആവരണത്തിനുള്ളിൽ മന്ദഗതിയിലുള്ളതും വിട്ടുമാറാത്തതുമായ രക്തസ്രാവത്തിന് കാരണമാക്കും. ഇത് ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന വിളർച്ചയ്ക്ക് കാരണമാകും. ക്ഷീണം, ബലഹീനത, തളർച്ച എന്നിവ വിളർച്ചയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ വിളറിയ രൂപവും. മലത്തിലെ മാറ്റങ്ങൾ. നിങ്ങളുടെ മലത്തിലെ വിചിത്രമായ മാറ്റങ്ങൾ വൻകുടൽ ക്യാൻസറിന്റെ ലക്ഷണമാകാം. മലബന്ധം, വയറിളക്കം, മലത്തിന്റെ നിറം എന്നിവ ആദ്യകാല മുന്നറിയിപ്പ് ലക്ഷണങ്ങളായി വർദ്ധിക്കും. ഇരുണ്ടതോ കറുത്തതോ ആയ മലം മുകളിലെ ദഹനനാളത്തിൽ രക്തസ്രാവം ഉണ്ടാക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മലത്തിന്റെ ആകൃതിയും വലുപ്പവും നിങ്ങളുടെ വൻകുടലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സൂചനകൾ നൽകും. കട്ടിയുള്ള മലം വൻകുടൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് മറ്റു ഗുരുതരമല്ലാത്ത അവസ്ഥകളുടെ ലക്ഷണം കൂടിയാണ്. വയറുവീർക്കൽ. അസുഖകരമായ വയറുവീർക്കൽ, ഭാരം, ടെനസ്മസ് എന്നറിയപ്പെടുന്ന ശമനമില്ലാതെ അടിയന്തരമായി ബാത്റൂം ഉപയോഗിക്കണമെന്ന തോന്നൽ എന്നിവ വൻകുടൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിരിക്കാം. 6 മാസത്തിനുള്ളിൽ വിശപ്പില്ലായ്മയും വിശദീകരിക്കാനാകാത്ത വിധം ഏകദേശം 5 കിലോഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭാരക്കുറവും വൻകുടൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. ഇവ ശ്രദ്ധിക്കണം. ഛർദി. പ്രത്യക്ഷമായ കാരണങ്ങളൊന്നുമില്ലാതെ തുടർച്ചയായി ഓക്കാനം, ഛർദി എന്നിവ വൻകുടൽ ക്യാൻസറിന്റെ ഒരു ലക്ഷണമാകാം. ഇതിന്റെ അപകട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായത്തിനനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത സ്വാഭാവികമായി വർദ്ധിക്കുന്നു. എന്നിരുന്നാലും വൻകുടൽ ക്യാൻസർ ബാധിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിലെ വർധനവിനൊപ്പം മറ്റു നിരവധി അപകട ഘടകങ്ങളുമുണ്ട്. 1. കുടുംബചരിത്രം. വൻകുടൽ ക്യാൻസർ പാരമ്പര്യമായും ലഭിക്കാവുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ വൻകുടൽ ക്യാൻസർ ചരിത്രമുണ്ടെങ്കിൽ 50 വയസ്സിന് മുമ്പ് പതിവായ പരിശോധനകൾ നടത്തുകയും വൻകുടൽ ക്യാൻസറിനുള്ള സ്കാനിംഗ് ആരംഭിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന് പൊണ്ണത്തടിയാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും അമിത ഭാരമോ പൊണ്ണത്തടിയോ വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും പുരുഷന്മാരിലാണ് അപകട സാധ്യത കൂടുതൽ. നിഷ്ക്രിയ ജീവിതശൈലി.
ഉദാസീനമായ ജീവിതശൈലി നയിക്കുമ്പോൾ, അതായത് പതിവായി വ്യായാമം ചെയ്യാത്തവരോ ദിവസത്തിൽ കൂടുതൽ സമയം ഇരിക്കുന്നവരോ കിടക്കുന്നവരോ ആയ ആളുകൾക്ക് വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സംസ്കരിച്ച ഭക്ഷണങ്ങൾ. നിങ്ങളുടെ ഭക്ഷണത്തെ റെഡ് മീറ്റ്, സംസ്കരിച്ച ഭക്ഷണങ്ങളും കൂടുതലാണെങ്കിൽ അത് നിങ്ങളുടെ വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കും. പുകവലി. ശ്വാസകോശ അർബുദവുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് പുകവലി ഏറ്റവും അറിയപ്പെടുന്നത്. എന്നാൽ ഒരു അർബുദകാരി എന്ന നിലയിൽ ഇത് വൻകുടൽ ക്യാൻസർ ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റു നിരവധി അർബുദങ്ങൾക്കും കാരണമാകും. അമിതമായ മദ്യപാനം. മിതമായതോ അമിതമായതോ ആയ മദ്യപാനം വൻകുടൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷന്മാർക്ക് ഒരു ദിവസം 2 പെഗിൽ കൂടുതൽ മദ്യം കഴിക്കരുതെന്നും സ്ത്രീകൾ 1 പെഗിൽ കൂടുതൽ മദ്യം കഴിക്കരുതെന്നും പരിമിതപ്പെടുത്തുന്നത് ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നു. അതേസമയം പൂർണ്ണമായി മദ്യം കഴിക്കാതിരിക്കുന്നത് അനാവശ്യമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. വീക്കം, IBS. ശരീരത്തിലെ വീക്കം ഇപ്പോൾ ക്യാൻസറിന്റെ ഒരു ലക്ഷണമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. വീക്കം വർദ്ധിക്കുന്നത് വൻകുടൽ ക്യാൻസറിനുള്ള ഉയർന്ന അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൻകുടലിലെ പുണ്ണ്, ക്രോൺസ് രോഗം എന്നിവയുള്ള രോഗികൾ വൻകുടൽ ക്യാൻസറിനുള്ള പരിശോധനകളെക്കുറിച്ച് പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത കൂടുതലാണ്. ഗട്ട് മൈക്രോബയോം. ഗട്ട് മൈക്രോബയോമിന്റെ അവസ്ഥയും ഒരു കാരണമായ ഘടകമാണ്. പ്രത്യേകിച്ച് അമിതമായതോ അനാവശ്യമായതോ ആയ ആന്റിബയോട്ടിക് ഉപയോഗം മൂലം അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഗുണകരമായ ബാക്ടീരിയകളുടെയും സൂക്ഷ്മാണുക്കളുടെയും സങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കുടൽ. മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിയിൽ കുടലിന്റെ പ്രതിരോധ ശേഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മോശം ഭക്ഷണക്രമം, ഉദാസീനമായ ജീവിതശൈലി എന്നിവയുൾപ്പെടെ നിരവധി ജീവിതശൈലി ഘടകങ്ങൾ കാരണം ഇത് ദുർബലമാകാം. നിങ്ങൾക്ക് വൻകുടൽ ക്യാൻസർ ഉണ്ടോ എന്ന് എങ്ങനെ സ്ക്രീനിങ്ങിലൂടെ പരിശോധിക്കാമെന്ന് ഒന്ന് നോക്കാം. സ്ക്രീനിങ്ങിൽ ഒരു കൊളനോസ്കോപ്പി ഉൾപ്പെടുന്നു. ഇത് ക്യാൻസറിന്റെ അതിജീവന നിരക്ക് അത് കണ്ടെത്തിയ ഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു. രോഗലക്ഷണങ്ങളുടെ പൊതുവായ സ്വഭാവം കാരണം മിക്ക കേസുകളിലും രോഗനിർണയം നടക്കുന്നതിന് വളരെ മുമ്പാണിത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങൾ സ്ക്രീനിങ്ങിന് വിധേയമാവേണ്ടതാണ്. വൻകുടൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. വൻകുടൽ ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിലോ നിശബ്ദമായുള്ള ലക്ഷണങ്ങളെക്കുറിച്ചുള്ള അവബോധം നേരത്തെ തന്നെ രോഗനിർണയം നടത്താൻ നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക.